നിരവധി ബാലതാരങ്ങളെ വാർത്തെടുത്ത ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ. ബാലതാരമായി അഭിനയ ജീവിതം തുടങ്ങിയ പലരും ഇന്ന് തെന്നിന്ത്യൻ തന്നെ മുൻനിര താരങ്ങളാണ്. 90കളിലും മില്ലേനിയത്തിന്റെ തുടക്കത്തിലും മലയാളത്തിന്റെ ചുവടുവെച്ച ഒട്ടുമിക്ക ബാലതാരങ്ങളും മുൻനിര താരങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ പക്വതയോടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ്. അക്കൂട്ടത്തിൽ ഭാവിയിൽ നായകനോ സഹനടനായോ മലയാള സിനിമയിൽ തിളങ്ങുമെന്ന് പ്രതീക്ഷിച്ച് കരുതിയ ബാലതാരമായിരുന്നു വിഘ്നേഷ്. ഈ പേരിനേക്കാൾ വേഗത്തിൽ താരത്തെ വളരെ പെട്ടെന്ന് സിനിമാ പ്രേമികൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കുബേര സിനിമയെക്കുറിച്ച് പറയേണ്ടി വരും. കീർത്തി സുരേഷിനൊപ്പം കുബേരയിൽ ഒരു പ്രധാന വേഷം അവതരിപ്പിച്ച വിഘ്നേഷായിരുന്നു. ഇന്നും മലയാളികൾ വിരസത കൂടാതെ ആവർത്തിച്ച് കാണുന്ന മലയാള സിനിമയാണ് ദിലീപ് നായകനായ കുബേരൻ. ദിലീപിലെ സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രത്തെ വളർത്തുമകന്റെ വേഷത്തിലാണ് വിഘ്നേഷ് അവതരിപ്പിച്ചത്. മൊഴിനീത കഥാപാത്രമായതുകൊണ്ട് തന്നെ ദിലീപിനോടൊപ്പം തന്നെ സിനിമയുടെ റിലീസിന് ശേഷം കീർത്തി സുരേഷും വിഘ്നേഷും അവതരിപ്പിച്ച കുട്ടികളുടെ കഥാപാത്രവും തിളങ്ങി. കലാഭവൻ മണിക്കൊപ്പം ദിലീപിനോടൊപ്പം വരക്കാരെ നിന്ന് കീർത്തിയും വിഘ്നേഷും ചേർന്ന കോമഡി സിനിമകൾ കുബേരയിൽ ഇരുവരും മികച്ചതാക്കി. കുബേരയിൽ മാത്രമല്ല, കലാഭവൻ മണി നായകവേഷം ചെയ്ത വിനായകൻ സിനിമ, വാസന്തിയും ലക്ഷ്മി പിന്നെ ഞാനും, ബിജു മേനോൻ സിനിമ മധുരനൊമ്പരക്കാറ്റ്, സിദ്ധാർത്ഥ, ജിഷ്ണു, ഭാവന എന്നിവർ ചേർന്ന നമ്മൾ, ഇങ്ങനെയൊരു നിലാപക്ഷി തുടങ്ങിയ 12ലധികം സിനിമകളിൽ വിഘ്നേഷ് അഭിനയിച്ചു. മധുരനൊമ്പരക്കാറ്റിലെ വിഘ്നേഷിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതിനു ശേഷം വിഘ്നേഷിനെ സിനിമയിൽ പിന്നീട് ആരും കണ്ടിട്ടില്ല. സ്കൂൾ കോളേജ് കാലത്തും നിരവധി സിനിമകൾ അവസരങ്ങൾ വിഘ്നേഷിനെ തേടി വന്നിരുന്നു. എന്നാൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ താരം അതിൽ നിന്നെല്ലാം വിട്ടുനിന്നു. 7ാം ക്ലാസ്സിലായതിനു ശേഷം ആൾക്കാർ വിഘ്നേഷിനെ സിനിമയിൽ കാണാത്തതിന് യഥാർത്ഥ കാരണം ഇതാണ്. സിനിമയിൽ നല്ല അവസരങ്ങൾ ലഭിച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് പഠനത്തിൽ ശ്രദ്ധ കൊടുത്തതും വിഘ്നേഷിന്റെ മാത്രം തീരുമാനമായിരുന്നു. അങ്കമാലി ഫിസാറ്റിൽ നിന്നും വീട്ടിൽ പുറത്തിറക്കിയ താരം ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലിക്കായി പ്രവേശിച്ചിരുന്നു. എന്നാൽ 2017-ൽ നടന്റെ ജീവിതം ഒരു ബൈക്ക് അപകടത്തെ തുടർന്ന് മാറിമറിഞ്ഞു. 2016 ഡിസംബർ 31-ന് വിഘ്നേഷിന്റെ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. തലച്ചോറിന് ക്ഷതം സംഭവിച്ച് ഓർമ്മകൾ നഷ്ടപ്പെട്ടു. അപകടം സമ്മാനിച്ച പരിക്കുകളുടെ ആഘാതം മൂലം 8 മാസത്തോളം അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു വിഘ്നേഷ്. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവനും ജീവിതവും തിരികെ പിടിക്കാൻ താരത്തിന് സാധിച്ചത്. ഓർമ്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ അവ തിരിച്ചുപിടിക്കാനും ഏറെ നാൾ ചികിത്സയിൽ കഴിഞ്ഞു. ചെയ്യുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ ഇടയ്ക്ക് മറക്കും. എന്നിട്ടും ആ അപകടത്തിന് ശേഷം വിഘ്നേഷ് വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇഗ്നോയിൽ BA ഇംഗ്ലീഷിൽ ബിരുദം നേടിയത്. 55% മാർക്കിലാണ് വെല്ലുവിളികളെ അതിജീവിച്ച് വിഘ്നേഷ് കരസ്ഥമാക്കിയത്. എല്ലാ കാലത്തും കുടുംബമായിരുന്നു വിഘ്നേഷിന്റെ പിൻബലം. അപകടത്തിന് ശേഷം ഞാൻ സുരക്ഷിതനാണ്. ഡോക്ടർമാരുടെ വലിയ പിന്തുണയും എനിക്കുണ്ട്. സഞ്ചരിക്കാൻ ഭയപ്പെട്ട ഘട്ടത്തിൽ നിന്ന് ഞാൻ കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളവനായി ഇന്ന് മാറിയിരിക്കുന്നു എന്നാണ് അടുത്തിടെ വിഘ്നേഷ് തിരികെ പിടിച്ച ജീവിതത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്.